ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഡോറയ്ക്കാണ് വീണ്ടും സ്പാ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയ ലെങ്ത് വീഡിയോസൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാണെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് സ്പാ ചെയ്തു എന്ന് പറഞ്ഞിട്ട സമയത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്പാ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനത് ചെയ്യുന്നത്, സംഗതി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പല കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. മുടിക്ക് ഡാമേജ് വരും, അങ്ങനെയാണ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ഇന്ന് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യമേ സ്പായിൽ ചെന്ന സമയത്ത്, അതായത് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ നമ്മൾ ആഞ്ഞിലിമൂട്ടിലുള്ള അദീനയിലാണ് നമ്മൾ പോയത്. നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഐശ്വര്യ എന്ന് പറയുന്നൊരു സിസ്റ്ററുടെ ബ്യൂട്ടി പാർലറാണ്. നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല, അതായത് നമുക്കങ്ങനെ ഇതുവരെ മുടിക്ക് ഡാമേജോ പൊട്ടലോ പൊഴിയലോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ മറ്റ് പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ക്രീമിട്ട് അതൊന്ന് മാസ്ക് ചെയ്യാൻ പോവുകയാണ്. ആ ക്രീമാണ് ഇപ്പോൾ ഐശ്വര്യ ഡോറയുടെ തലയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാസ്ക് എന്ന് പറയും. ഇത് മുടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇത്രയും ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് എണ്ണയോ കാര്യങ്ങളൊന്നും ഇടാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ ഹെയറിന് വന്നിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്പാ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇത് മുടിക്കുള്ള ഡാമേജ് നമ്മൾ ട്രീറ്റ് ചെയ്യാനാണ് ഈ സ്പാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യുകയെന്ന് വെച്ചാൽ മുടി വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് അതിനകത്ത് ആ മാസ്ക് ഇട്ടതിന് ശേഷം പിന്നെ ചെറിയൊരു മസാജ് കൊടുക്കുകയാണ് ഡോറയ്ക്ക്. അതായത് മസാജൊക്കെ കൊണ്ടിങ്ങനെ ഡോറ സുഖിച്ചിരിക്കുകയാണ്. ആ കണ്ണൊക്കെ പോകുന്ന രീതി കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് മസാജ് ചെയ്തപ്പോൾ ഉള്ളൊരു സുഖം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടോ. ഇത് മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഹെയർ ഫോൾസ് കുറയും. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലുള്ള ഹെയർ ഫോൾസ് ഒരു പരിധി വരെ കുറയാറുണ്ട്. അതുകൊണ്ടാണ് എണ്ണ ഇട്ടിട്ട് മുടിയിൽ എല്ലാവരും മസാജ് ചെയ്യണമെന്നും പലപ്പോഴും പലരും പറയുന്നത്. നന്നായിട്ട് ഹെയർ ഫോൾസ് കുറയും. അതുപോലെ തന്നെ ഈ തലവേദന ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തലയിൽ മസാജ് ചെയ്യുമ്പം അതൊരു പ്രത്യേക സുഖമായിട്ട് കിട്ടാറുണ്ട്. പലർക്കൊക്കെ ആണെങ്കിൽ തലവേദന കുറേയൊക്കെ കുറയാറുണ്ട്. എനിക്കൊക്കെ തലവേദന വരുന്ന സമയത്ത് ഡോറ ഇവിടെ എണ്ണയിട്ട് തരാറുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ അത്രയും ഹെവി പെയിൻ എടുക്കത്തില്ല, അതിലൊരു ചെറിയൊരു ശമനം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഡോറയ്ക്കാണെങ്കിൽ ഐശ്വര്യ ഇതുപോലെ ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോറേനെ ഷെഫാക്കി ഇരുത്തിയിട്ടുണ്ട്. കണ്ട, മുടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഷെഫാക്കി ഇരുത്തിയിരിക്കുന്നു. പലരും ആണെങ്കിൽ ചോദിച്ചത് സ്പാ ചെയ്യുമ്പോൾ മസാജൊക്കെ ആണെന്ന്. ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിനെ നമ്മൾ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞത് ഷോർട്സ് ആക്കാനുള്ളൊരു വകുപ്പേ ഉള്ളൂ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്കത് എന്താണെന്ന് കറക്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാ. പിന്നെ ഈ ഡോറയുടെ ഫേസിൽ കണ്ടില്ലേ ഈ മുഖത്ത് കുരുക്കൾ, ഇതൊക്കെ ഇവിടെ എടുത്ത് കളയണം. പക്ഷെ അത് പക്ഷെ അത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല. ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മറ്റന്നാൾ വെഡിങ് ആനിവേഴ്സറി ഇല്ല. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ചിലപ്പോൾ അതിൻ്റെ ഒരു കറുത്തപ്പാട് കാണും. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയറിലെ മാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുടി വീണ്ടും വാഷ് ചെയ്യാണ്. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മുടിയിലുള്ള എല്ലാ ക്രീമുകളും പോവും. അതുപോലെ തന്നെ ഒരു പരിധി വരെ വീണ്ടും മുടിയും ഒന്ന് ക്ലീൻ ആവും. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. ഇപ്പോൾ ഷാമ്പു ഇട്ട് നന്നായി കഴുകുമ്പോൾ തന്നെ അത് ഏകദേശം ക്ലീൻ ആവാറുണ്ട്. പിന്നെ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആവും. അതുപോലെ തന്നെ ഹെയറിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയാറുണ്ട്. ഇതിനെക്കുറിച്ച് ഐശ്വര്യ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐശ്വര്യ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ മാസ്ക് ഇട്ടത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാൻ പോവാണ്. ആദ്യമേ ടവൽ വെച്ച് തലമുടിയിലുള്ള വെള്ളമെല്ലാം ഒപ്പിയെടുക്കുക. നമ്മൾ ഈ സാധാരണ തല കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് തല തുടയ്ക്കുന്നോണക്കല്ല ഇത് ചെയ്യുന്നത്. അവർ മുടിക്ക് ഡാമേജ് ഉണ്ടാവാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ടവലുകൊണ്ട് ആ മുടിയുടെ വെള്ളമെല്ലാം അവർ ആ ടവലിനകത്തോട്ട് ഒപ്പിയെടുക്കും. അതിന് ശേഷം പിന്നെ ആണെങ്കിൽ മുടിയിൽ എയർ അടിക്കുക. അതായത് നമ്മൾ ഈ മുടി ഡ്രൈ ചെയ്യാന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അയൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ സ്പാ ക്രീം ഇട്ടതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഇതാണ്. അയൺ ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ എടുത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് മുടിയിലോട്ട് ആ ഹോട്ട് എയർ അടിച്ചു കൊടുക്കുക. അപ്പം ആ മുടിയിലുള്ള ആ ചുരുൾച്ചയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും. ഒരിക്കലും അയൺ ചെയ്യില്ല. അയൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുടിക്ക് ഡാമേജ് വരുമ്പം അയൺ ചെയ്യാതെ മാക്സിമം മുടിക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ മുടിയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചുരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഡോറയ്ക്ക് നല്ല ചുരുള്ള മുടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല ചുരുണ്ട മുടിയാണ് ഡോറയുടെ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മുടി ചുരുണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ആ ചുരുൾ നിവർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഇതിലൂടെ. അതുപോലെ തന്നെ മുടിക്ക് അങ്ങനെ വലിയ ഡാമേജും കാര്യങ്ങളും ഇത് ചെയ്യുന്നതിലൂടെ വരുത്തുമില്ല.
നമുക്ക് ഇവിടെ വരെ കെട്ടിയതില്ല. വേണ്ട, അതിനുള്ള ആയിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞ ഡോറ വേണമെന്നുണ്ടോ? ഐശ്വര്യ വല്ല നടക്കും ഐശ്വര്യ. അങ്ങനെ സ്പാ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും സ്പാ ചെയ്യുന്ന എന്താണെന്നുള്ള ഡൗട്ടായിരുന്നു. ആ എന്താ ചേച്ചി കോള് കോള് പോവാണോ? ഓ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചേച്ചി എല്ലാ മാസവും സ്പാ ചെയ്യേണ്ട മുടി പോവും, കെമിക്കലാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം ചേച്ചി ഐഷു മറ്റേ ഇത് ഇതെടുത്തായിരുന്നു എല്ലാ മാസവും സ്പാ ചെയ്യണ്ടെന്നൊന്നുമല്ല, നമ്മള് സ്പാ ചെയ്യണം. സ്പാ എന്ന് പറയുന്നത് നമുക്ക് മുടിക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഓൾറെഡി ചെയ്തിട്ടേക്കുന്നത്. ബൊട്ടക്സ് എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതിന് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുകയാണ്. നമ്മുടെ ഹെയർ ചൂടായിട്ടിരിക്കുകയല്ലേ, നമ്മുടെ ഇതെല്ലാം ചൂടായിട്ടിരിക്കുന്നത് നമുക്ക് പ്രോട്ടീൻ കൊടുക്കണ്ടേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പൂ ചെയ്യുന്നു, കണ്ടീഷൻ ചെയ്യുന്നു, സിറം ചെയ്യുന്നു, ഇത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടോ? മീൻസ് ഹെയർ കൂളാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വീണ്ടും ഷാമ്പൂവും കണ്ടീഷനൊക്കെ എന്താണ്, പിന്നെ കെമിക്കൽ ചൂടാണ്. കണ്ടീഷൻ ഇട്ടാലും ജസ്റ്റ് ഒരു കൂളിങ്ങിലേ ഉള്ളൂ. നമ്മളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വെക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതുകൊണ്ടാണ് ഈ മന്ത്ലി വന്ന് സ്പാ ചെയ്യാൻ പറഞ്ഞത്. പ്രോട്ടീൻ കൊടുക്കുകയാണ്, മുടിക്കൊന്ന് കൂളാക്കണം. മുടിക്കൊരു മാസ്ക് കൊടുത്ത് ആ ഒരു കെമിക്കലിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്ലി സ്പാ ചെയ്യാൻ പറഞ്ഞത്. മന്ത്ലി സ്പാ ചെയ്തെന്ന് പറഞ്ഞ് മുടി കൊഴിയത്തില്ല. ക്ലൈമറ്റ് ചേഞ്ചിൽ വരുവാണെങ്കിൽ മുടിക്ക് ഹെയർ ഫോളിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും ഹെയർ ഫോളിങ് ഉണ്ടാകത്തില്ല. മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതുവരെ ബൊട്ടക്സ് ചെയ്തിട്ട്? ഇപ്പൊ ഞാൻ സ്പാ ചെയ്തിട്ട് മുടി കൊഴിഞ്ഞോ? എന്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും കൊഴിഞ്ഞു വീണോ? ഇല്ലല്ലോ. അതേ ഉള്ളൂ. അതായത് മുടി ഒരിക്കലും മന്ത്ലി സ്പാ ചെയ്യണമെന്നല്ല. സ്പാ ചെയ്താൽ ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ അയൺ ചെയ്തില്ല. നമ്മൾ ഡ്രയർ അടിക്കത്തേ ഉള്ളൂ. ഡ്രയർ വെച്ചിട്ട് മുടിയൊന്നും സെറ്റ് ആക്കത്തുള്ളൂ. ഒരിക്കലും ഇനി അയൺ കൊടുക്കില്ല. അയൺ കൊടുക്കുന്ന ഉള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും മുടിക്ക് അയൺ കൊടുക്കരുത്. ചിലയിടത്ത് ചിലപ്പോൾ സ്പാ ചെയ്യുമ്പോൾ അവർ പറയും നീട്ടിയിട്ട് കൊടുക്കുക, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിലവർ അയൺ ചെയ്യും. അയൺ ചെയ്യുമ്പോഴാണ് ഇന്നുണ്ടാകുന്നത് മുടിക്ക് വീണ്ടും ഹെയർ ഫോളിങ് ഉണ്ടാകുന്നത്. അയൺ ചെയ്യരുത് ഒരിക്കലും. റൂട്ട് ടച്ച് ചെയ്ത് അയണിൽ പിന്നെ പ്രോസസ്സിങ് കൊടുക്കുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ ജസ്റ്റ് കൂൾ ഡ്രൈ അടിച്ച് ഒന്ന് മുടിക്ക് ചെറിയൊരു ഡ്രൈനെസ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ നമ്മുടെ പോലെ വരും. അതിലുള്ള സ്പാ ചെയ്യുന്നു പറഞ്ഞ് മുടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. മന്ത്ലി സ്പാ ഇവിടെ നല്ല എവിടെയാണോ നിങ്ങൾ നിൽക്കുന്ന ആ ടൈമിൽ അവിടെ പോയി സ്പാ ചെയ്യണമെന്നാണ് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറുള്ളത്. അതല്ല, അങ്ങനെ ചെയ്താൽ മുടിക്ക് നല്ലതായിട്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുടി ഒഴിഞ്ഞോ, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം. ഡോറയ്ക്ക് മുമ്പേ ചെയ്ത ചേച്ചി എങ്ങനെയുണ്ട്? പ്രൊട്ടക്സ് ചെയ്യുന്നതല്ലേ, സ്പാ ചെയ്യുന്നതല്ലേ, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തുന്നതല്ലേ. അപ്പൊ എന്തെങ്കിലും മുടി ഒഴിച്ചിട്ടുണ്ടാവാറുണ്ട് അങ്ങനെ വലുതായിട്ട്? ഇല്ലല്ലോ. എന്റെ പേര് സിബി. വീഡിയോസ് ഒക്കെ കാണുന്ന ഇപ്പോൾ നമ്മൾ അടുത്ത് കണ്ട് ഭയങ്കര കൂട്ടായിട്ടാണ്. ഇവിടെ എന്റെ കടയിൽ വന്നു പറഞ്ഞപ്പോഴേ നിന്റെ കടയിൽ വന്നോ പരിചയപ്പെട്ടോ? ഞാൻ പറഞ്ഞു വരാം. പക്ഷെ കോയിൻസിഡൻസ് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും പോരെ. പക്ഷെ ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ല. വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ഒരാള് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പുള്ളി. ഇപ്പൊ അത് ഞാൻ കാണിച്ചു കൊടുത്തില്ലേ. അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. ബൈ.